ഹലോ. അപ്പോൾ എൻ്റെ പേര് സ്നേഹ എന്നാണ്. ഞാൻ ഒരു IT ഫേമിലാണ് വർക്ക് ചെയ്യണത്. ബാംഗ്ലൂരാണിപ്പോൾ. നാട്ടിൽ കണ്ണൂരാണ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഞാൻ കുറേ ഷോർട്സൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഷോർട്സ് അല്ല വീഡിയോസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എനിക്കൊരുപാട് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. അപ്പം ഞാൻ മാരീഡാണ്. കഴിഞ്ഞ വർഷമാണ് കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ 2 ഇൻ്റർനാഷണൽ ട്രിപ്പ് ചെയ്തു. അപ്പം പക്ഷേ അത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്സായിരുന്നു. അപ്പം എങ്ങനെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് കാശ് ചിലവാക്കാതെ നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ എങ്ങനെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും, ഞാൻ എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളും കണ്ടുപിടിക്കുന്നത്. അതായത് ട്രാവൽ ഏജൻസിൻ്റെ ഹെൽപ്പ് എടുക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരുപാട് കാശാവുന്നത്. അപ്പം എങ്ങനെ നമുക്ക് മാക്സിമം കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ചെയ്യുമ്പോൾ, എങ്ങനെയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് റൂംസ് ബുക്ക് ചെയ്യുക, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ട്രാവൽ ഏജൻറ്റിൻ്റെ ഹെൽപ്പില്ലാതെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എവിടെയാണ് പോകേണ്ടത്, ഒരു കൺട്രി എടുത്ത് നമ്മൾ എവിടെയാണ് പോകുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേസിക്കലി ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഈ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ പോയ 2 കൺട്രീസിനെ പറ്റിയും ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്താണ് ഈ കുട്ടി ഇതുകൊണ്ട് ഉദ്ദേശിക്കണത് എന്ന് പറയാനുള്ളൊരു വീഡിയോ ആയിട്ടാണിത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ജോലി നോക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ എങ്ങനെയാണ് ബാംഗ്ലൂരിലെ ലൈഫ് സ്റ്റൈൽ, കോസ്റ്റ്ലി ആണോ, എവിടെയൊക്കെയാണ് ഇപ്പം അക്കോമഡേഷൻ, ഇപ്പോൾ കുട്ടികളെയൊക്കെ പഠിക്കാനാണ് പറഞ്ഞു വിടുന്നതെങ്കിൽ എവിടെയൊക്കെയാണ് സ്റ്റേസ് നോക്കേണ്ടത്, ഇവിടുത്തെ PGs എങ്ങനെയാണ്, പിന്നെ ബാംഗ്ലൂരിലെ IT ലൈഫ്, കോർപ്പറേറ്റ് ലൈഫ് എങ്ങനെയാണ്, ഏതൊക്കെയാണ് കമ്പനീസ് ഉള്ളത്, അപ്പം അങ്ങനെയുള്ള ടോപ്പിക്സിനെ പറ്റിയൊക്കെ സംസാരിക്കുക, കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുക. കാരണം ഞാൻ 2015 കോളേജ് കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ജോലിയൊക്കെ കണ്ടുപിടിച്ചത്. അപ്പം ചില ആപ്ലിക്കേഷനൊക്കെയാണ് നൗക്കരി പോകുന്നത്, നമുക്ക് ജോലി സെർച്ച് ചെയ്യാൻ വേണ്ടി. അപ്പം ആദ്യമൊക്കെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മാറി വേറെ സ്ഥലത്ത് വരെ ഭയങ്കര പേടിച്ച് ഇവിടെ ഞാൻ എത്തിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് മലയാളീസ് ഉണ്ട് ഇവിടെ, നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവില്ല. അപ്പം അങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻസൊക്കെ കൊടുക്കുക, ബാംഗ്ലൂരിനെ പറ്റി, കോർപ്പറേറ്റ് ലൈഫിനെ പറ്റി, ബാംഗ്ലൂരിലെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുക. ഇവിടെ നമുക്കൊരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഉണ്ട്, ഷോപ്പിംഗ് എങ്ങനെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ചീപ്പാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ വീഡിയോസ് ചെയ്ത് ഞാൻ ഇടാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഇൻട്രഡക്ഷൻ വീഡിയോ ആയിരുന്നു. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ സംസാരിക്കണം, അല്ലെങ്കിൽ ബാംഗ്ലൂരിലോട്ട് വരാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ മക്കളെ പഠിക്കാൻ വിടുന്ന ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, കോസ്റ്റ്ലി ആണോ, ഇവിടെ ഈ കോർപ്പറേറ്റുകാർക്ക് മാത്രമേ ജോബ് അവസരങ്ങളുള്ളൂ, അല്ല എല്ലാവർക്കും എങ്ങനെയാണ്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം നമുക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാം. അപ്പം പിന്നെ ഒരു കാര്യം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷനൊക്കെ തോന്നുള്ളൂ. അപ്പോൾ അത്രയും.